ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ഇൻട്രസ്റ്റിംഗ് എപ്പിസോഡ് ഡെയിലി ഡോസ് ഓഫ് ഫൈസൽ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ആദ്യമായി സബ്സ്ക്രൈബ് ചെയ്തേക്കാം, ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കാം. എങ്കിൽ മാത്രമേ ഗൈസ് ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുകയുള്ളൂ. നമ്മൾ ഇന്നും വന്നിരിക്കുന്ന നമ്മുടെ സ്വന്തം തങ്ങളിപ്പെ പറ്റിയുള്ളൊരു വീഡിയോ ആയിട്ടാണ്. അപ്പൊ എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കണ്ടു തന്നെ തുടങ്ങാം. ഈ മജ്‌ലിസ് വല്ലാത്ത ബറക്കത്തുള്ള മജ്‌ലിസാണ്. എന്റെ പേര് ബാത്തുഷ എന്നാണ്. എന്റെ വണ്ടിക്ക് ഞാൻ ഒരുപാട് വിഷമത്തിലായിരുന്നു. ഇക്കാക്കാന്റെ വണ്ടിക്ക് ഓട്ടല്ല, വല്ലാത്ത സങ്കടത്തിലായിരുന്നു. എന്നും ഞാൻ വിഷമിച്ചിട്ടിരിക്കും. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരു കൂടെ പുറപ്പാണ് എന്നോട് ഈ മജ്‌ലിസ് കാണാൻ പറഞ്ഞത്. സുബ്ഹാനല്ലാഹ്, ഈ മജ്‌ലിസ് എന്റെ വീട്ടിൽ വെക്കാൻ തുടങ്ങി. എന്റെ ഭർത്താവ് എന്നോട് പറയാണ്, എനിക്കിപ്പോ റെസ്റ്റ് എടുക്കാൻ സമയമില്ല, ഇപ്പൊ വണ്ടിക്ക് വല്ലാത്ത ഓട്ടമാണ്. ഇതെന്തൊരു അത്ഭുതമാണ്, വല്ലാത്ത റാഹത്തുള്ള മജ്‌ലിസ. തങ്ങളിപ്പ വിചാരിച്ചത് കൊണ്ട് തന്നെ എന്റെ ഇക്കാക്കാന്റെ വണ്ടിക്ക് ഓട്ടം കിട്ടി. ഇപ്പൊ ഇക്കാക്കാക്ക് ഊമിട്ടിരിക്കാൻ പോലും സമയമില്ലാത്ത രീതിയിലുള്ള ഓട്ടമാണത്രേ. തങ്ങളിപ്പയുടെ മജ്‌ലിസ് ഒന്ന് കണ്ടത് മാത്രമേ ഉള്ളൂ. തങ്ങളിപ്പയുടെ മജ്‌ലിസിൽ പോയിട്ടില്ല. തങ്ങളിപ്പയുടെ മജ്‌ലിസ് ജസ്റ്റ് ഒന്ന് കണ്ടത് മാത്രമേ ഉള്ളൂ. ആഗ്രഹം എന്താണോ, ബാദുഷയുടെ ആഗ്രഹം എന്താണോ, എന്റെ ഇത്താത്ത ആരായിക്കോട്ടെ, അവരുടെ വണ്ടിയിൽ ഓട്ടം കിട്ടി. നമ്മുടെ കേരളത്തിന്റെ ധനകാര്യമന്ത്രിയെ ഒരു ദിവസമെങ്കിലും നമ്മുടെ തങ്ങളിപ്പയുടെ അടുത്തേക്കൊന്ന് പറഞ്ഞു വിടണം. കാരണം ഇന്ന് കേരളം മുഴുവനും കടത്തിന്റെ പുറകെ പൊക്കോണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണല്ലോ ഞാനും നിങ്ങളുമൊക്കെ കടന്നു പോകുന്നത്. നമ്മുടെ സർക്കാർ പോലും ഒരുപാട് കടബാധ്യതകളിലൂടെയാണ് കടന്നു പോകുന്നത്. നമ്മുടെ തങ്ങളിപ്പയുടെ മജ്‌ലിസിൽ പോയാൽ ഒന്നീ കേരളത്തിന്റെ കടങ്ങൾ തീരാൻ, അല്ലെങ്കിൽ നമ്മുടെ സർക്കാരിന് എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു. തങ്ങളിപ്പോ ഓരോ മജ്‌ലിസിൽ വന്നിട്ടും ഓരോ രീതിയിലുള്ള കള്ളത്തരങ്ങൾ പറയുമ്പോൾ അത് കേട്ട് വിശ്വസിച്ചിരിക്കുന്നവരാണല്ലോ ഞാനും നിങ്ങളുമെന്ന് പറയാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. എന്നെ നിങ്ങൾ അതിൽ നിന്നങ്ങ് മാറ്റി നിർത്തിയേക്കൂ. എന്റെ വീഡിയോ കാണുന്ന എന്റെ താത്തമാരോട് എനിക്ക് പറയാനുള്ളത്, മോശമായ കമന്റ് ഇടുന്ന നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു തങ്ങളിപ്പയുടെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് നേട്ടമുണ്ടായതെന്ന് നിങ്ങൾ ഈ ഒരു വീഡിയോയുടെ അടിയിലൊന്ന് കമന്റ് ഇട്ടേ കാണട്ടെ, ഞാനൊന്ന് കാണട്ടെ. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു നേട്ടമുണ്ടായെങ്കിൽ അത് അള്ളാഹു തന്നതാണ്, അല്ലെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്നേഹത്തിന്റെ പുറത്ത് നിങ്ങൾക്ക് അള്ളാഹു തരുന്നതായിരിക്കാം. അതല്ലാതെ ഒരിക്കലും നിങ്ങളുടെ നാറ്റക്കോയ എന്ന് പറയുന്ന ആള് തന്നതല്ല, നാറ്റക്കോയുടെ പവകൊന്നുമല്ല. ഇയാളെയൊക്കെ തങ്ങളാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, നിങ്ങളും ഒരിക്കലും പറയാൻ പാടില്ല. കാരണം ഇന്ന് ഒരുപാട് നേതാക്കന്മാരും ഒരുപാട് തങ്ങന്മാര് പോലും ഇയാള് തങ്ങളാണെന്ന് അംഗീകരിച്ചിട്ടില്ലത്രേ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, എനിക്ക് നിങ്ങളോട് സ്നേഹത്തോടു കൂടി ഞാൻ നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾ നല്ലതുപോലെ ജീവിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ 2024 നമ്മളിലേക്ക് കടന്നു വരികയാണല്ലോ, 2023 നമ്മളിൽ നിന്ന് കടന്നു പോവുകയാണല്ലോ. ഈ 2023 ഇനി നമ്മളെ ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടില്ലല്ലോ. അത്രത്തോളം നല്ല വർഷമായിരുന്നു, അല്ലെങ്കിൽ അത്രത്തോളം മോശമായ വർഷമായിരുന്നു എന്ന് നിങ്ങൾ താരെ കമന്റ് ചെയ്യുമോ നോക്കട്ടെ. അപ്പോൾ നമ്മളുടെ ലൈഫിലുണ്ടല്ലോ, നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ ഒരുപാട് സന്തോഷങ്ങളും അതുപോലെ സമാധാനമൊക്കെ ഉണ്ടാവുന്ന ഒരു വർഷമായി മാറട്ടെ 2024. ഒരു ചെറിയ കഥയും കൂടി പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഒന്ന് സന്തോഷിപ്പിച്ചിട്ട് ഞാൻ ഈ ഒരു വീഡിയോ അങ്ങ് വൈൻഡപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഒരു രാജാവുണ്ടായിരുന്നു. രാജാവിന്റെ മുമ്പിലാണെങ്കിൽ ഒരുപാട് ആൾക്കാർ വന്നിരിക്കുകയാണ്. അതിലൊരു സാധാരണക്കാരനായ ഒരു മനുഷ്യൻ ഒരു ചോദ്യം എണീച്ചു നിന്നുകൊണ്ട് ചോദിക്കുകയാണ്, രാജാവേ, അങ്ങയുടെ മനസ്സിലേക്ക്, അങ്ങയുടെ ജീവിതത്തിലേക്ക് ാകാത്ത സമ്മാനം എന്താണ്? ഈ ലോകത്തെ ഏറ്റവും വിലമതിക്കാനാകാത്ത കാര്യമെന്തെന്ന് ചോദിക്കുമ്പോ
ആവേശത്തോടുകൂടി നിന്നുകൊണ്ട് കേൾക്കുകയാണ്. എന്താണ് രാജാവിൽ നിന്ന് വായിൽ നിന്ന് കടന്നു വരുന്നത്? ഭാര്യയാകുമോ, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് കിട്ടിയിരിക്കുന്ന സ്വർണ്ണാഭരണത്തെ പറ്റിയാകുമോ? ഈ ലോകത്തെ ഏറ്റവും വിലമതിക്കാനാകാത്തതെന്തെന്ന് ചോദിക്കുമ്പോ ആ രാജാവ് എണീച്ചു നിന്നുകൊണ്ട് എല്ലാവരുടെ മുമ്പിലേ നിന്നുകൊണ്ട് പറയുകയാണ്, പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് എനിക്ക് ഏറ്റവും വിലമതിക്കാനാകാത്ത സമ്മാനമാണ് എൻ്റെ ഭാര്യയെന്ന് എനിക്കറിയാം, എൻ്റെ ഉമ്മയെന്ന് എനിക്കറിയാം, എൻ്റെ ഉപ്പയെന്ന് എനിക്കറിയാം. നിങ്ങളെല്ലാവരും എനിക്ക് ഈ ലോകത്തെ ഏറ്റവും വിലമതിക്കാനാകാത്ത സമ്മാനമാണെന്ന് എനിക്കറിയാം. പക്ഷേ ഇനി ലോകത്തിലേക്ക് കടന്നു വരില്ല എന്ന് കരുതുന്ന ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതിൻ്റെ ജീവിതത്തിൽ നിങ്ങൾക്കും എനിക്കുമൊക്കെയുള്ള വിലമതിക്കാനാകാത്ത സമ്മാനമാണ്, വിലമതിക്കാനാകാത്ത നിമിഷമാണ്. അതെന്തെന്നറിയോ? നമ്മൾ നിന്ന് കടന്നു പോകുന്ന ഓരോ സെക്കൻഡുകളും, ഓരോ മിനിറ്റുകളും, ഓരോ മണിക്കൂറുകളും, ഓരോ ദിവസങ്ങളും, ഓരോ ആഴ്ചകളും, ഓരോ മാസങ്ങളും, ഓരോ വർഷങ്ങളുമാണ്. അത് നമ്മളുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവുകയാണല്ലോ. എൻ്റെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയ 27 വർഷങ്ങളും ഇനി എൻ്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും ഇനി തിരിച്ചു വരുമെന്ന് എനിക്ക് യാതൊരു ഉറപ്പുമില്ല, നിങ്ങൾക്കും യാതൊരു ഉറപ്പുമില്ല. അതാണ് നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അമൂല്യമായ സമ്പത്ത്. നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഈ പൊരിഞ്ഞു പോകുന്ന ഓരോ സെക്കൻഡുകളാണ് നമ്മളുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തായി നമ്മൾ കണക്കാക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, 2023 നമ്മൾ നിന്നിതാ വിട പറഞ്ഞു പോവുകയാണല്ലോ. 2024 നമ്മളിലേക്ക് ഇതാ കടന്നു വരികയാണല്ലോ. ഇനി നമ്മൾ 1000 കൊല്ലം ഇവിടെ ജീവിച്ചിരുന്നാലും ശരി, ഇനി ഒരിക്കലും 2023 ഈ സെക്കൻഡ് വരെയും നമ്മളുടെ ജീവിതത്തിലേക്ക് ഒരിക്കലും ഇനി കടന്നു വരൂല. അതാണല്ലോ നമ്മളുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് പറയാൻ പറ്റുന്ന ഏറ്റവും വലിയ അമൂല്യമായ സമ്പത്ത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, ഓരോ സെക്കൻഡുകളും നമുക്ക് വിലപ്പെട്ടതാണ്. നമ്മൾ എന്തിനു വേണ്ടിയാണ് നമ്മളുടെ സമയവും നമ്മളുടെ സമ്പത്തും ഇതുപോലെയുള്ള തങ്ങളുപ്പയ്ക്ക് വേണ്ടി കളഞ്ഞു കളയുന്നത്? നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക എന്ന് മാത്രമാണ് ഈ ഒരു വീഡിയോയിലേക്ക് എനിക്ക് പറയാനുള്ളത്. അടുത്തൊരു മനോഹരമായ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.